വടക്കൻ കേരളത്തിന്റെ കുട്ടനാടെന്നാണ് ഏഴോം പ്രദേശം അറിയപ്പെടുന്നത്. കണ്ണെത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന കൈപ്പാട് പ്രത്യേകതയാണ്. കൈപ്പാട് കൃഷിയുടെ തുടക്ക പ്രവർത്തനമായ കൂനയെടുക്കലിന് യന്ത്രമില്ല എന്ന കർഷകരുടെ ആവലാതിക്ക് ഒരു പരിഹാരമായി ഇത്തവണ ഏഴോം അകത്തെ കൈപ്പാടിൽ മിനി ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് കൂനയെടുക്കൽ പ്രക്രിയ നടക്കുന്നത്. ഇത്തരത്തിൽ കൂനയൊരുക്കുമ്പോൾ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കൈപ്പാട് നന്നായി ഉണങ്ങിയിരിക്കണം. മഴ പെയ്താൽ തന്നെ വെള്ളം കനാലിലേക്ക് സുഗമമായി ഒഴുകിപ്പോകേണ്ട ഇടച്ചാലുകളും കൈത്തോടുകളും നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കേണ്ടതുമാണ്. ഹിറ്റാച്ചിയെ കൂടാതെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പ്രമുഖ കർഷകനുമായ പി ഗോവിന്ദന്റെ നേതൃത്വത്തിലാണ് കൈപ്പാട് കൃഷിക്ക് കൂനയൊരുക്കൽ നടക്കുന്നതും. 5ഓളം കർഷകരും കൂനയൊരുക്കാനായി രംഗത്തുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾ കാലങ്ങളായി കൈപ്പാട് കൃഷി പണിക്കായി ഉണ്ടായിരുന്നുവെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുത്തിയ മാറ്റങ്ങൾ കാരണം അവർക്ക് കൈപ്പാട് കൃഷിയിലെ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് കർഷകരെ ഏറെ ബാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൈപ്പാട് കൃഷി സാധാരണ രീതിയിൽ നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ വരൾച്ച പിന്നെ മാത്രമല്ല ഈ മേഖലയിലേക്ക് ആളുകളെ ആകർഷണമില്ല. അപ്പോൾ ഈ വലിയ പ്രതിസന്ധിയിലാണ് അനുഭവിക്കുന്നത്. എന്താണെന്നാലും ഈ മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ യന്ത്രവൽക്കരണം ഇതുവരെ സാധ്യമാവാത്തത്. നമുക്കറിയാം എല്ലാ മേഖലയിലും യന്ത്രവൽക്കരണം സാധ്യമായ സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് കാർഷിക മേഖലയിൽ വലിയ ഇടപെടൽ നടത്താൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഈ കൈപ്പാടിൻ്റെ ഈ മേഖലയിൽ യന്ത്രവൽക്കരണം ഇതുവരെയും ആയില്ല. ഇപ്പോൾ കാർഷിക സർവകലാശാല ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ ഒന്നും ഫലപ്രദമായില്ല. ഏതായാലും നമ്മുടെ ഇപ്പോൾ മലബാർ കൈപ്പാട് ഫാർമ പ്രൊഡ്യൂസിങ് കമ്പനിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു കാർഷിക സർവകലാശാലയുടെ സഹായത്തോടുകൂടെ ഒരു ഹിറ്റാച്ചി അതിൻ്റെ പരീക്ഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പരീക്ഷണമാണ്. നേരത്തെ നമ്മൾ ഇപ്പോൾ ഈ മേഖലയിലേക്ക് വേണ്ടത്ര നമുക്കിപ്പോൾ ഈ കൂന കൂട്ടുന്നതിനൊന്നും വലിയ സ്കില്ലിലെ വർക്ക് തന്നെയാണ് അത്. അപ്പോൾ ആ മേഖലയിലേക്ക് ആളിപ്പം കുറേ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്നവർ ഈ രംഗത്ത് ഒരുപാടില്ല. അതുകൊണ്ട് ഇങ്ങനെ അതിനെ പരിഹരിക്കാൻ ഇതുപോലുള്ള യന്ത്രവൽക്കരണം എങ്ങനെ സാധ്യമാക്കുന്നില്ലതിൻ്റെ പരീക്ഷണം നടക്കുന്നത്. ഏതായാലും ഇത് വിജയകരമായി പോകുന്നതാണ് നമ്മൾ വലിയ പ്രതീക്ഷിക്കുന്നത്. കാർഷിക സർവകലാശാലയുടെ പീലിക്കോട് ഉത്തരമേഖലാ ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറും ഗവേഷണ കേന്ദ്രം മേധാവിയുമായ ഡോക്ടർ വനജ ടിയുടെ പദ്ധതിയിലാണ് യന്ത്രവൽക്കരണ പരീക്ഷണങ്ങൾ നടക്കുന്നത്. ഉപ്പുവെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വേലിയേറ്റവും വേലിയിറക്കവും എന്ന പ്രകൃതിദത്ത താളം പിന്തുടർന്ന് കൃഷി നടത്തുന്ന രീതിയാണ് കൈപ്പാട് കൃഷി. നെൽകൃഷിയും തുടർന്നുള്ള കാലയളവിൽ മത്സ്യകൃഷിയും നടക്കുന്നത് ഈ സംവിധാനത്തിന്റെ പ്രത്യേകതയാണ്. ഉപ്പുരസമുള്ള മണ്ണിൽ എല്ലാത്തരം നെൽവിത്തുകളും വളരാനാകില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷിയിടങ്ങൾ തിരഞ്ഞെടുക്കുന്നതും മണ്ണിന്റെ സ്വഭാവം മുൻനിർത്തിയാണ്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.